മകം തൊഴാൻ പോയാലോ? എന്താണ് ഈ മകം തൊഴൽ? അങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കുംഭമാസത്തിലെ മകം നക്ഷത്രം. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് വില്ലുമംഗല സ്വാമിയാർക്ക് ചോറ്റാനിക്കര ഭഗവതി സർവാഭരണ വിഭൂഷിതയായി ദർശനം കൊടുത്ത ദിവസം. ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ മകം തൊഴൽ. അന്നേ ദിവസം ചോറ്റാനിക്കര ഭഗവതി കണ്ടു തൊഴുവാൻ വേണ്ടി നാനാഭാഗത്തു നിന്നിരുന്ന സ്ത്രീകളും കുട്ടികളടക്കം തലേ ദിവസം മുതൽ ക്യൂ നിന്ന് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഒന്നുമില്ലാതെ ദേവിയെ കൺകുളിർക്കെ തൊഴാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളും ഇത്തവണ കുറച്ച് ലേറ്റായെങ്കിലും വൈകുന്നേരം വന്ന് തൊഴാനായിട്ട് തീരുമാനിച്ചു. നവരാത്രി മണ്ഡപം വഴിയാണ് നമ്മൾ ഇത്തവണ തൊഴുതത്. എല്ലാ വർഷത്തെയും പോലെ ദേവിയെ കൺകുളിർക്കെ നിന്ന് തൊഴാൻ ഇത്തവണ എനിക്ക് സാധിച്ചില്ല. അതിലെനിക്കൊരു ചെറിയ നീരസമുണ്ട്. കുഴപ്പമില്ല, അടുത്ത തവണ കുറച്ചും കൂടെ നേരത്തെ വന്ന് തൊഴാം. കീഴ്ക്കാവിലും വലിയ ആൾത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേവീ ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചു. ക്ഷേത്രത്തിൽ പൂക്കൾ കൊണ്ട് നൽകി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ഭംഗിയായിരുന്നു. അതിനുശേഷം കുറേ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത്തവണ ആമിയായിരുന്നു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി ഇനി വീട്ടിലേക്ക്